സല്ലല്ലാഹു അലാ സയ്യിദിനാ സല്ലല്ലാഹു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിനാ സല്ലല്ലാഹു അലാ ഇമാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, സർവലോക പരിപാലകനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി അവിടുത്തെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും സംസ്കാരമുള്ള നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി തീർക്കുവാനുമായി പല വിധത്തിലും രൂപത്തിലുമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നല്ല സംസ്കാരവും സ്വഭാവ മാതൃകകളും ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ ഉടമകളുമായി നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്ലാമിലെ ഓരോ നന്മകളെടുത്ത് പരിശോധിക്കുമ്പോഴും ആ നന്മകളെല്ലാം മാലോകരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കോ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് ഒരാൾ പോലും ചോദിക്കുന്നില്ല. കാരണം ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആളുകളാക്കി തീർക്കുകയും മനസ്സിനും അതുപോലെ തന്നെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ സന്തോഷവും അതുപോലെ ആഹ്ലാദവുമാണ് പ്രദാനം ചെയ്യുന്നത്. അതാണ് ഇസ്ലാമികപരമായിക്കൊണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമാധാനം എന്നത്. സൂചിപ്പിച്ചു വരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ നന്മയുടേതായ വശങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ ആ നന്മകളെ ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സംസ്കാരങ്ങൾ കടന്നു വരുന്നു. അതിനാണ് ഇസ്ലാമിലെ ഓരോ മര്യാദകളായിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ
എങ്ങനെയൊക്കെയായിരിക്കണം അവൻ സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്. അതുപോലെ അവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്. പിന്നെയോ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ആ രോഗിയോട് അയാൾക്കുള്ള ബാധ്യതകൾ എന്താണ്, മര്യാദകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവിടെ അവൻ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പാലിക്കേണ്ടതായ മര്യാദകൾ. അതുപോലെ നിസ്കരിക്കുകയാണെങ്കിലോ ആ നമസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ. ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മര്യാദകൾ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകൾക്കനുസരിച്ച് കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ അയാൾക്ക് സമാധാനം കടന്നു വരുന്നു, ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും കടന്നു വരുന്നു, അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വിസർജന സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ പ്രധാനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലും ഭാവത്തിലുമാണ് അയാൾ പോകുന്നത് എങ്കിലോ അയാളിൽ വൃത്തിയുണ്ടാകുന്നു, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവല്ലോ, നിങ്ങൾ വിസർജനത്തേക്ക് പോകുമ്പോൾ ഒരു മറയുണ്ടായിരിക്കണമെന്നത്. കാരണം ആളുകൾ കാണാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായതിനാൽ. അതുപോലെ തന്നെ ശാപഹേതുവാകുന്ന 3 സ്ഥലങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ വിസർജനം നടത്തേണ്ടത്. ഒന്ന് ജലാശയത്തിലേക്കുള്ള വഴിയോ, അതുപോലെ ജനങ്ങളുടെ നടപ്പാത, ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിയിലോ, അതുപോലെ ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന തണൽ കേന്ദ്രങ്ങളുടെ അരികിലോ ഇവിടെയൊന്നും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. കാരണം അത് ഇസ്ലാമികപരമായി കൊണ്ട് തന്നെ വെറുപ്പുള്ളതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതുമായ കാര്യമാണ്. പിന്നെ വിസർജിക്കുന്ന ആൾ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് വിസർജിക്കാൻ പാടില്ല, മുന്നിട്ടോ പിന്നിട്ട് കൊണ്ടോ വിസർജിക്കാൻ പാടില്ല. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പോലും മൂത്രമൊഴിക്കാൻ പാടില്ല. ഇനിയോ വിസർജിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടതുകാല് വെച്ചുകൊണ്ട് അള്ളാഹുവോട് ശരണം തേടുകയാണ്, പിശാചിൽ നിന്ന് ശരണം തേടിക്കൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. വിസർജന സ്ഥലത്ത് ഇരിക്കുമ്പോഴോ ഇടതുഭാഗത്തേക്ക് അല്പം ചായ്വുള്ളതായിക്കൊണ്ട്. എന്തിനാണ് ഇത്രത്തോളം മര്യാദകൾ നമ്മെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്? മൂത്രമൊഴിക്കുകയാണെങ്കിൽ ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. ഇന്നുകൊണ്ട് മൂത്രമൊഴിച്ചാൽ വസ്ത്രത്തിലേക്ക് തെറിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇരുന്ന് മൂത്രമൊഴിക്കണമെന്ന് പഠിപ്പിച്ചു. വിസർജിക്കുന്നതിനിടയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഒരുപാട് നിബന്ധനകൾ. ഇത് പാലിക്കുമ്പോഴോ മനുഷ്യർക്ക് വൃത്തിയുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അതുപോലെ തന്നെ വിസർജിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിസർജന സ്ഥലത്തേക്ക് അയാളുടെ മൂത്രം ശരീരത്തിലേക്ക് ഒറ്റി വീഴുന്ന രീതിയിൽ അയാൾ എഴുന്നേറ്റ് പോകരുത്. നേരാം വിധത്തിൽ കഴുകി വൃത്തിയാക്കണം. ഇല്ലെങ്കിലോ ഖബറിൽ പോലും വലിയ ശിക്ഷ അയാൾക്ക് വരാനിരിക്കുന്നു എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മര്യാദയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളായി തീരുന്നു. പിന്നെയോ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്, സ്വഹാബികൾ എങ്ങനെയൊക്കെയാണ് അതിനെ മനസ്സിലാക്കിയത്? നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നഗ്നത മറയാനും അതുപോലെ തന്നെ അതൊരു അലങ്കാരമായി കൊണ്ടുമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസ യുവാരി സൗആതികും വരീഷ. അതായത് ആദം സന്തതികളെ നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറയ്ക്കാനാണ് അതിന് പര്യാപ്തമായ അലങ്കാരമായ വസ്ത്രം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ വൃത്തിയുള്ള വസ്ത്രം, ആ വസ്ത്രത്തെ കുറിച്ച് പോലും ഇസ്ലാം ഇത്ര കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വജഅല ലക്കും സറാബീൽ തഖീകുമുൽ ഹർറ വസറാബീൽ തഖീകും ബഅസുകും എന്നും ഖുർആൻ ശേഷം പറയുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രങ്ങൾ യുദ്ധവേളകളിൽ നിങ്ങൾക്ക് സംരക്ഷണമേകുന്നു. ഒരു യുദ്ധത്തിന് പോകുമ്പോഴും അതുപോലെ തന്നെ ചൂടിൽ നിന്നുമൊക്കെ നിങ്ങളുടെ വസ്ത്രങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണമേകുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതായ വസ്ത്രം അത് വെള്ള വസ്ത്രമായി കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൽബുസൂ മിൻ സിയാബികുമുൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. വകഫിനു ഫീഹാ മൗതാകും, നിങ്ങൾ മരണപ്പെടുന്നവരെ വെള്ള വസ്ത്രത്തിലായിരിക്കണം നിങ്ങൾ മറവു ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇൽബസുൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. ഫഇന്നഹാ അത്ഹറു അത്യബു, അത് നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ ആ വസ്ത്രം എന്നത് പരിശുദ്ധവും വിശിഷ്ടവുമാണ്. അതുകൊണ്ട് വകഫിനു ഫീഹാ മൗതാകും, നിങ്ങൾ മരണപ്പെടുന്ന ആളുകളെ ആ വെള്ള വസ്ത്രത്തിലായിരിക്കണം നിങ്ങൾ മറവ് ചെയ്യേണ്ടത് എന്ന് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു.
എന്നാലോ വസ്ത്രങ്ങളിൽ കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? വിരോധമില്ല. ഏത് വസ്ത്രങ്ങൾ ധരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും പുണ്യം അല്ലെങ്കിൽ നന്മയായി പഠിപ്പിച്ചതും വെള്ള വസ്ത്രമാണ്. എന്നാലോ കളർ ഡ്രസ്സുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, പ്രവാചകനെ കണ്ട സ്വഹാബിയായ അബൂ റിംസ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി സൗബാനി അഖ്ളറാനി, പച്ച കളറുള്ള അല്ലെങ്കിൽ പച്ച വർണ്ണത്തിലുള്ള 2 വസ്ത്രങ്ങളിലായി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട് എന്നത്. അതുപോലെ പ്രവാചകനെ മക്ക വിജയ ദിവസത്തിൽ ദഖല യൗമി ഫത്ഹി മക്ക വഅലൈഹി ഇമാമത്തുൻ സൗദാ, കറുത്ത തലപ്പാവ് ധരിച്ച രീതിയിൽ ഞാൻ കണ്ടു എന്ന് സഹാബി ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുവന്ന വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പ്രവാചകനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബിവര്യന്മാര് നിവേദനം ചെയ്യുന്നുണ്ട്. അപ്പൊ വസ്ത്രങ്ങളിൽ ഏത് വസ്ത്രങ്ങളും ധരിക്കാം. എന്നാൽ ധരിക്കുന്നതിൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം എന്നത് കാന അഹബ്ബ സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസു, ഖമീസ് ധരിക്കുന്നതിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നീളൻ ജുബ്ബ ധരിക്കുന്നതിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെയോ വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് കാണാം, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങാവതല്ല, ഇറങ്ങാൻ പാടില്ല എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമ ഇലാ മൻ ജറ ഇദാറഹു ബതറ, നിങ്ങൾ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നുവെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു അവനിലേക്ക് നോക്കുക പോലും ഇല്ല. പിന്നെയോ 3 വിഭാഗം ആളുകൾ, അവരെ അള്ളാഹു ശുദ്ധീകരിക്കുകയോ സംസ്കരിക്കുകയോ അവരോട് അള്ളാഹു സംസാരിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ ഹദീസിലും കാണാം. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന ആളെ കുറിച്ചാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കണം വിശ്വാസികളായ ആളുകൾ വസ്ത്രം ധരിക്കേണ്ടത്. കൂടാതെ വസ്ത്രം ധരിക്കുമ്പോൾ വലതു ഭാഗം കൊണ്ട് വസ്ത്രം ധരിക്കുക. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പോലും ഇത്ര കൃത്യമായി കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് വസ്ത്രം ധരിക്കണം. അതുപോലെ വലതു ഭാഗം കൊണ്ടായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പിന്നെയോ വസ്ത്രങ്ങളിലുള്ള ആഡംബരങ്ങളെ, ചിത്രങ്ങളും കലകളും രൂപങ്ങളും ഒക്കെയുള്ള വസ്ത്രങ്ങൾ അവ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നും അവിടുന്ന് പഠിപ്പിച്ചു. പിന്നെയോ പട്ടുവസ്ത്രം എന്നത് അത് പുരുഷന്മാർക്ക് ധരിക്കാവതല്ല, അത് നിഷിദ്ധമാണ്, അതിനെ ഹറാമാക്കി. എന്തിനെ? അത് പാടില്ല എന്നതിനാൽ തന്നെയും നിങ്ങൾ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. ലാ തൽബസുൽ ഹരീർ, നിങ്ങൾ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. ഫഇന്നമൻ ലബിസഹു ഫിദ്ദുനിയ ലം യൽബസുഹു ഫിൽ ആഖിറ, ഇഹലോകത്ത് പട്ടുവസ്ത്രം ധരിക്കുന്ന മനുഷ്യനെ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അത് ധരിപ്പിക്കുകയില്ല എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചത്. പിന്നെയോ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വസ്ത്രം ധരിക്കുന്ന മനുഷ്യർക്ക് പുതുവസ്ത്രം ധരിക്കുകയാണെങ്കിൽ അയാൾ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹ് വഅഊദു ബിക മിൻ ശർരി വ ശർരി മാ സുനിഅ ലഹ് എന്ന പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കണം പുതുവസ്ത്രം ധരിക്കേണ്ടത്. അതുപോലെ വസ്ത്രം അഴിക്കുമ്പോഴോ ആ അഴിക്കുന്ന സമയത്ത് ഇടതുഭാഗം കൊണ്ടായിരിക്കണം, അതും അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രത്തോളം ഒരു വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പോലും ഇസ്ലാം മനുഷ്യരോട് മര്യാദകൾ പഠിപ്പിക്കുകയാണ്. രൂപങ്ങളും ചിത്രങ്ങളുമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അതുപോലെ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. അതെന്താണ്? വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അതുകൊണ്ട് ആരംഭിക്കുക. സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് എന്നും മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ ആ ധരിക്കുന്ന വസ്ത്രത്തിൽ സുഗന്ധം പൂശുക എന്നത് അതും അവിടുന്ന് നന്മയായിക്കൊണ്ട് നല്ല കാര്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൽ സുഗന്ധം അത്തരടിക്കുക എന്നത് പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സംഗതികൾ പറഞ്ഞിടത്ത് സുഗന്ധദ്രവ്യത്തെ അവിടുന്ന് ധാരാളമായി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഹദീസാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ ഒരു മുസ്ലിമിന്റെ മറ്റൊരു കാര്യം എന്നത് അയാൾ ശ്രദ്ധിക്കേണ്ട വേറൊരു മര്യാദ എന്നത് അയാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ആദാബു ത്വരീഖ്, അയാൾക്ക് വഴിയിലൂടെ നടക്കുമ്പോൾ പാലിക്കേണ്ട കുറെ മര്യാദകൾ, നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വിനയത്തോടു കൂടിയായിരിക്കണം നടന്നു പോകേണ്ടത്.
ഭൂമിയെ പിളർത്താനോ അല്ലെങ്കിൽ അഹങ്കാരം നടിച്ചുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ നടന്നു പോകാവതല്ല. നടന്നു പോകുമ്പോൾ വലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചുകൊണ്ട് നീ നടന്നു പോകരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടിക്കൊണ്ട് നടക്കുകയും ചെയ്യാൻ പാടില്ല. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെയോ വഴിയിലൂടെ നടക്കുമ്പോൾ അയാളുടെ കണ്ണുകളെ ദൃഷ്ടികളെ താഴ്ത്തുക എന്നതാണ്. അത് എല്ലാ രീതിയിലും, കാരണം കണ്ണിന്റെ കട്ടുനോട്ടം പോലും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണാൻ പാടില്ലാത്ത കാണാവതല്ല, നോക്കാൻ പാടില്ലാത്ത നോക്കാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പിന്നെയോ വഴിയിലൂടെ നടക്കുമ്പോൾ അയാൾ പാലിക്കേണ്ട മര്യാദ എന്നത് തന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും വരാതിരിക്കുക, സംഭവിക്കാതിരിക്കുക. കാരണം വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടുണ്ട് എങ്കിൽ അത് മാറ്റാനായിരിക്കണം. അതായത് വഴിയിലെ ഉപദ്രവങ്ങൾ മാറ്റാനായിരിക്കണം ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ അത് വഴിയിലേക്ക് നീങ്ങി നിന്നപ്പോൾ അത് മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയിലേക്കുള്ള ഉപദ്രവങ്ങൾ നീക്കുക എന്നത് ഈമാനിൽപ്പെട്ട കാര്യമായിക്കൊണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കുക എന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. അതല്ലാതെ വഴിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മളായിക്കൊണ്ട് കല്ലുകളോ മുള്ളുകളോ കുഴികളോ ഉണ്ടാക്കി ആളുകളെ ഉപദ്രവിക്കുന്ന പ്രവണത ഒരിക്കലും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല, സ്വീകാര്യമല്ല. പിന്നെയോ നടന്നു പോകുന്നവന് പാലിക്കാനായിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരു മനുഷ്യനോട് വല്ല കാര്യവും പറഞ്ഞു കൊടുത്താൽ അത് നടന്നു പോകുന്നവന് ലഭ്യമാകുന്ന പ്രതിഫലമാണ്. ഒരു തിന്മ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ വിലക്കുക, വിരോധിക്കുക എന്നത് അതും നന്മയായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. പിന്നെയോ ഒരാളിങ്ങനെ ചുമടുകളുമായിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം തലയിലേക്ക് വെക്കാനോ വാഹനത്തിലേക്ക് വെക്കാനോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നീ ചോദിച്ചാൽ തന്നെയും അത് സഹായിച്ചു കൊടുക്കുക, ഒരാൾ ജനങ്ങളെ സഹായിച്ചു കൊടുക്കുക എന്നത് അത് നന്മയായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. പിന്നെയോ വാഹനങ്ങളുമായി പോകുന്ന ആളുകൾ ആ വാഹനങ്ങളുമായി അമിത വേഗതയിൽ പോലെ, അത് കുതിരയിലാണെങ്കിലും ഒട്ടകത്തിലാണെങ്കിലും ഏത് വാഹനങ്ങളിലാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ പോകുക എന്നത് വഴിയിലെ ഉപദ്രവത്തെ അല്ലെങ്കിൽ വഴിയിൽ ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലായിത്തീരുന്നതിനാൽ അതും വിലക്കപ്പെടേണ്ട കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുസ്ലിം ആ വഴിയിലൂടെ ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു മര്യാദ എന്നത് സലാം പറയുക എന്നത്. സലാം പറയുക എന്നത് ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും തഹിയ്യത്തായി അഭിവാദ്യമായി സ്വീകരിച്ച സംഗതിയാണ് സലാം കൊണ്ട് തുടങ്ങുക, സലാം പറയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സലാമിനെ അധികരിപ്പിക്കുക, സലാം പറയുക, അറിയുന്നവരോടും അറിയാത്തവരോടും മുഴുവൻ മനുഷ്യരോടും സലാമിനെ പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത്. ഇനിയോ ഒരാൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അയാൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നാലോ അയാൾ കേൾക്കാൻ വേണ്ടി അയാൾ മടക്കാൻ വേണ്ടി 3 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ആവർത്തിക്കാമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പിന്നെയോ സലാം പറയുമ്പോൾ ഉറക്കെ പറയൽ അത് ഉത്തമമാണ്, അത് അതിന്റെ മര്യാദയാണ്. പിന്നെയോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതികും ഹത്താ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്കോ ഇനി അതല്ലാത്ത അന്യരുടെ വീടുകളിലേക്കോ പ്രവേശിക്കുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനുള്ള ഒരു അഭിവാദ്യം എന്ന രീതിയിൽ സലാം കൊണ്ട് ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. ഏറ്റവും ഉത്കൃഷ്ടമായ വചനങ്ങൾ കൊണ്ട് ആരംഭിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അന്യരുടെ വീടുകളിലേക്ക് പ്രവേശിക്കേണ്ടത്. മാത്രവുമല്ല, ഇനി ഒരാൾ നമ്മോട് സലാം പറഞ്ഞു കഴിഞ്ഞാലോ ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ട് മടക്കാൻ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ കൊണ്ട് വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു
ബി അഹ്സനി മിൻഹാ ഔ റുദ്ദുഹാ, ഏറ്റവും ഉത്കൃഷ്ടമായതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനും കഴിയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ഇരിക്കവേ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരാൾ വാഹനത്തിൽ പോവുകയാണ്. അയാൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾക്ക് 10 പ്രതിഫലം ലഭ്യമായി എന്നത്. അല്പം കഴിഞ്ഞ് വേറൊരാൾ അതുവഴിയെ പോയപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു, ആദ്യത്തെ ആൾ അസ്സലാമു അലൈക്കും, രണ്ടാമത്തെ ആൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്നും, മൂന്നാമത്തെ ആൾ അതുവഴിയെ കടന്നു പോയപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് മുഴുവനായി പറഞ്ഞപ്പോൾ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആൾക്ക് 30 പ്രതിഫലമുണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്ക് 20 പ്രതിഫലം. ഫസ്റ്റ് പറഞ്ഞ ആൾക്ക് 10 പ്രതിഫലവും, അതുപോലെ രണ്ടാമത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്ക് 20 പ്രതിഫലവും, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മുഴുവനായി കൊണ്ട് പറഞ്ഞ ആൾക്ക് 30 പ്രതിഫലവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സലാം പറയുമ്പോൾ മുഴുവനായി കൊണ്ട് പറയുന്നുവെങ്കിൽ അത് മുഴുവനായി 30 പ്രതിഫലം അതിന് ലഭ്യമാകുന്നു എന്നും അവിടുന്ന് നമ്മോട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയോ ഒരു മുസ്ലിമിന്റെ ബാധ്യതകൾ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, അബീ ഉമാറത്തുൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, നബി അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി, 7 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, കൽപ്പിക്കുകയുണ്ടായി. ഒന്ന് പറഞ്ഞത് ബി ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. അതുപോലെ വഇത്തിബാഉ ജനാസ്, ജനാസയെ പിന്തുടരുക എന്നത്. വതശ്മിതുൽ ആതിസ്, അതുപോലെ തന്നെ ആരെങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹമുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വനസ്രിൽ ലഈഫ്, ദുർബലരായ മനുഷ്യന്മാരെ നിങ്ങൾ സഹായിക്കുക. വഅൗനിൽ മദ്ലൂം, മർദ്ദിതനായ മനുഷ്യന്മാരെ അവരെ നിങ്ങൾ സഹായിക്കുക. പിന്നെയോ അവസാനമായി അവിടുന്ന് പറയുകയാണ് വഇഫ്ശാഇസ് സലാം, അതുപോലെ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. വഇബ്റാറിൽ മുഖ്സിം, പ്രതിജ്ഞ നിറവേറ്റുക എന്നത്. 7 കാര്യങ്ങൾ, 7 നിബന്ധനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ആ 7 കാര്യങ്ങൾ, ഒന്ന് രോഗിയെ സന്ദർശിക്കുക എന്നത്, അതുപോലെ മയ്യത്തിനെ നിങ്ങൾ അനുഗമിക്കുക എന്നത്, തുമ്മിയവന് വേണ്ടി നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നത്, 4-മതായി ദുർബലരെ സഹായിക്കുക എന്നത്, 5-മതായി മർദ്ദിതരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക, 6-മതായി സലാം നിങ്ങൾ വ്യാപിപ്പിക്കുക, സലാം പറയുക, 7-മതായി പ്രതിജ്ഞ, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കരാറ് ചെയ്തുവെങ്കിൽ ആ കരാറ് നിങ്ങൾ പാലിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ് ബറാ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നത്. പിന്നെയോ പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, അല്ലയോ ജനങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയുള്ളവരായി? സത്യവിശ്വാസികളാവാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ അന്യോന്യം സ്നേഹമുള്ളവരായിക്കൊണ്ടല്ലാതെ, അതുപോലെ അതായത് പരസ്പരം നിങ്ങൾ 2 ആളുകളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളായി തീരുകയില്ല. പിന്നെ അവിടുന്ന് പറഞ്ഞത് ഔല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുഹും തബാബതും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും ബഹുമാനവും ഇഷ്ടവും കൂടി വരാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുകയാം, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയുക, എല്ലാവരോടും സലാം പറയുക. നമ്മൾ നമ്മുടെ മക്കള് സ്കൂളിലേക്കോ മദ്രസയിലേക്കോ, ഇനി അതല്ല അവർ പോകുമ്പോൾ സലാം പറഞ്ഞിട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക, അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം ഭർത്താവ് പോകേണ്ടത്. ഇനിയോ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് എത്തിയാൽ അവിടെയുള്ള ആളുകളോട് സലാം പറയുക, ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളോട് സലാം പറയുക. എവിടെയായാലും സലാം പറയുക, അത് വ്യാപിപ്പിക്കുക എന്നത് നമുക്കിടയിൽ സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും അധികരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം, അല്ലയോ ജനങ്ങളെ നിങ്ങൾ സലാം പറയുക. വഅത്ഇമുത് തുആം, ഭക്ഷണം നൽകുക, വിശപ്പുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതും. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക. വസല്ലു വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുക. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരു പ്രയാസവുമില്ലാതെ
നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഇസ്ലാമിലെ മര്യാദകൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ സലാമിലൂടെ ആയിരിക്കണം. കാരണം എവിടെയും എപ്പോഴും പറയാൻ പറ്റാവുന്ന ഒരു സംഗതിയുണ്ട് എങ്കിൽ സലാം പറയുക എന്നതാണ്. അതൊരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും പറയാം, ഇനിയോ ഒരു സൽക്കാര വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും പറയാം, ഇനിയോ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും പറയാം. ഏത് മനുഷ്യരുടെ ഏത് വിഭാഗത്തിലേക്ക് കയറി ചെല്ലുമ്പോഴും അവിടെ ഒക്കെ പറയാൻ പറ്റാവുന്ന ഒരേ ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്യം, അത് പ്രവാചകന്മാർ മുഴുവനും സ്വീകരിച്ച തഹിയ്യത്ത്, അത് സലാം പറയുക എന്നതാണ്. അത് എപ്പോഴും പറയാം. അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പിന്നെയോ സലാം പറയുന്നതിന്റെ മര്യാദകൾ വിശദീകരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചു, യുസല്ലിമു റാകിബു അലൽ മാഷി, അതായത് വാഹനത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ നടക്കുന്ന ആളുകളോടായിരിക്കണം സലാം പറയേണ്ടത്. വൽ മാഷി അലൽ ഖായിദ്, ഇനിയോ നടക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് സലാം പറയുക. വൽ ഖലീലു അലൽ കസീർ, ഇനി ഒരു ചെറിയ സംഘമാണെങ്കിൽ വലിയ സംഘത്തോട് സലാം പറയുക. പിന്നെയോ വസ്സഗീറു അലൽ കബീർ, ചെറിയ കുട്ടികൾ വലിയ ആളുകളോട് സലാം പറയുക. അപ്പോൾ സലാം പറയുന്നതിന്റെ മര്യാദകളാണ്: വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്ന മനുഷ്യരോട് സലാം പറയുക, നടക്കുന്നവൻ ഇരിക്കുന്നവരോട് സലാം പറയുക, അതുപോലെ തന്നെ വലിയവരോട് ചെറിയവർ സലാം പറയുക, ചെറിയവർ വലിയവരോട് സലാം പറയുക. ഇതൊക്കെ, അതുപോലെ ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച മര്യാദകൾ. അത് 3 പ്രാവശ്യം വരെ ആവർത്തിച്ചുകൊണ്ട് കേൾക്കുന്ന രീതിയിൽ സലാം പറയണമെന്ന് നമ്മെ പഠിപ്പിച്ച ആ ഭാഗം നമ്മൾ ഓർക്കുക. അതല്ലാതെ ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ സലാം പറയാൻ അയാൾ മടക്കിയില്ല എന്ന് പറയാം. അപ്പോൾ അയാൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന സലാം ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് 3 പ്രാവശ്യം വരെ അയാൾ കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ സലാം പറയുക എന്ന് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ സലാമിനെ അധികരിപ്പിക്കുക. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളോട് പോലും സലാം പറഞ്ഞിരുന്നു. നമ്മളെന്താ ചെറിയ കുട്ടികൾ എന്നോട് സലാം പറയാത്തത് എന്നല്ല ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അന്നഹു മർറ അലാ സിബിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ഫസല്ലമ അലൈഹിം, പ്രവാചകൻ അവരോട് സലാം പറയുമായിരുന്നു. വഖാല, എന്നിട്ട് അവിടുന്ന് പറയുക, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു, അനസ് റളിയല്ലാഹു അൻഹു അതുപോലെ ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അത് ചെറിയ കുട്ടികൾക്കിടയിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആ കുട്ടികളോടൊക്കെ റസൂൽ സലാം പറയാറുണ്ടായിരുന്നു, സലാമിനെ വ്യാപിപ്പിക്കാറുണ്ടായിരുന്നു എന്നതാണ്. പിന്നെയോ സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആയിരിക്കണം ആ സലാം. എപ്പോഴും വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയണം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഉണ്ടായില്ല, എന്നാലും ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കയറുക എന്നത് ആ വീടിനുള്ള ബാധ്യതയാണ്. പിന്നെയോ ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ആ പിരിഞ്ഞു പോകുന്ന മനുഷ്യൻ അവരോട് സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം പിരിഞ്ഞു പോകേണ്ടത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയണം, അമുസ്ലിങ്ങളായ ആളുകളാണെന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ അവരോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല. അവരിങ്ങോട്ട് പറഞ്ഞാൽ വഅലൈക്കും എന്ന് മാത്രം പറയുക. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തബ്ദഉൽ യഹൂദ വലൻ നസ്വാറ ബിസ്സലാം, നിങ്ങൾ യഹൂദരോടും ക്രൈസ്തവരോടും അങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിക്കരുത്. ഫഇദാ ലഖീതും അഹദുഹും ഫീ തരീഖി ഫൽതറു ഇലാ അൽഖി, ഇനിയോ അവരോടുമായ ഒരു വഴിയിലൂടെ കണ്ടുമുട്ടിയാൽ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോവുക. അതായത് അവരുമായുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവരോട് ഇനി സലാം അങ്ങോട്ട് പറയാൻ പാടില്ല. ഇനി അഥവാ അവർ ഇങ്ങോട്ട് പറഞ്ഞാലോ അതും അവിടുന്ന് വിശദീകരിച്ചു. ഇദാ സല്ലമ അലൈക്കും അഹ്ലുൽ കിതാബ് ഫഖൂലു വഅലൈക്കും, അഹ്ലുൽ കിതാബിന്റെ ആളുകൾ നിങ്ങളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ, ജൂതരോ ക്രൈസ്തവരോ നിങ്ങളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ വഅലൈക്കും, നിന്റെ മേലും എന്ന് നീ പറയുക. അതല്ലാതെ മുഴുവനായിക്കൊണ്ട് സലാം പറയുന്ന രീതി ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെയോ ഈ മര്യാദകൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്നത്, നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മുസ്ലിം കുറേ മര്യാദകൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ ഇനി ഇവിടെ തന്നെ ഏതെങ്കിലും ഒരാളുടെ ഫ്ലാറ്റിലേക്ക്, നമ്മൾ അറിയുന്ന ആളുടെ ഫ്ലാറ്റിലേക്ക് തന്നെ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ സലാം ഒന്ന് പറയും. ഇനി അതൊന്നുമില്ല, ഒരു മര്യാദ ഇല്ലാതെ കയറി ചെല്ലുക എന്നത് ഒരു മുസ്ലിമിനൊരിക്കലും സ്വീകാര്യമല്ല, ഭൂഷണമല്ല. കാരണം അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയായിക്കൊണ്ടാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട്
അന്തസ്സുള്ള മനുഷ്യന്മാരുടെ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് അയാൾ പ്രവേശിക്കുന്ന സമയത്ത് അനുവാദം ചോദിച്ചുകൊണ്ടായിരിക്കണം അങ്ങോട്ട് കയറി ചെല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അൽ ഇസ്തിഅദാനു സലാസ് ഫഇൻ ഉദിന ലക വഇല്ലാ ഫർജ. നീ ഒരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം 3 പ്രാവശ്യം വരെ നീ ചോദിക്കണം. ഇപ്പൊ ഒരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 പ്രാവശ്യം വരെ ബെല്ലടിക്കാം. എന്നിട്ട് ബെല്ലടിച്ചിട്ടും അയാൾ വാതിൽ തുറക്കുന്നില്ല എങ്കിൽ ബാക്കിലൂടെ പിറകിലൂടെ വന്ന് ജനലിലൂടെ എത്തി നോക്കുന്ന അവസ്ഥ ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇനിയോ അയാൾ വാതിൽ തുറക്കുന്ന സമയത്ത് ആ വാതിലിന്റെ നേരെ മുന്നിൽ പോലും നമ്മൾ നിൽക്കാൻ പാടില്ല. ഇനി അയാൾ നമ്മോട് പോകാൻ പറയുകയാണ്, എന്ത്, നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾ മടങ്ങിപ്പോ എന്ന് നമ്മോട് പറഞ്ഞ പിന്നെ അവിടെ നിൽക്കാനും പാടില്ല. അതും ഒരു മുസ്ലിമിനോടുള്ള മര്യാദയായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇന്നമാ ജുഅലൽ ഇസ്തിഅദാനു മിൻ അജ്ലിൽ ബസ്ർ. നിശ്ചയം അനുവാദം ചോദിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമമാക്കിയുള്ളത് അയാളുടെ ദൃഷ്ടിയുടെ കാരണം കൊണ്ടാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഒരാൾ വാതിലിൽ മുട്ടുകയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാ? അപ്പൊ അദ്ദേഹം പറയാണ്, അനാ, ഞാൻ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുകയാണ്, അന, അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, അന എന്ന് പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അന അന എന്ന് അദ്ദേഹം പറയുമ്പോൾ റസൂലുള്ള ദേഷ്യം പിടിച്ചുകൊണ്ട് പറയാണ്, അന അന എന്നല്ലാതെ, ഞാൻ എന്നല്ലാതെ ആരാണെന്ന് പേര് പറയണം. പേര് പറയാതെ ഞാനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് ചില ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എന്ന മറുപടി ഒരിക്കലും പറയാൻ പാടില്ല. ഇന്നാളാണ് അബ്ദുറഹ്മാൻ ആണെങ്കിൽ അബ്ദുറഹ്മാൻ, അബ്ദുള്ളയാണെങ്കിൽ അബ്ദുള്ള എന്നായിരിക്കണം പറയേണ്ടത്. അതല്ലാതെ ഞാൻ എന്ന് പറയുന്നത് മര്യാദയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ ജനലിലൂടെ ഒരാൾ എത്തി നോക്കുമ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുകയാം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എങ്ങാനും നോക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത്, അയാൾ ചിലപ്പോൾ സ്നേഹം കൊണ്ടായി എങ്ങനെയായാലും ആ നോക്കുന്നതിന്റെ മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാം. നീ എങ്ങാനും നോക്കുന്നത് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്? അത് മര്യാദക്കേടാണ്, അല്ലെങ്കിൽ അനാദരവ് കേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിനാലാണ്. അപ്പോ മര്യാദ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആണ് എന്ന് പറയുക എന്നത് പാടില്ല. മറിച്ച് പേര് പറയുക, ഇന്നയാളാണ് എന്ന് പേര് പറയുക എന്നത് മുസ്ലിമായ മനുഷ്യന് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പിന്നെയോ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹിതനായ മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞാൽ അയാളോട് നിങ്ങൾക്കൊരു മര്യാദയുണ്ട്, ഒരു ബാധ്യതയുണ്ട്. എന്താണ്? അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ്, നിശ്ചയം തുമ്മലി അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നാലോ വയക്റഹു തസാഉബ്, കോട്ടുവായിടുന്നത്, ഹാ എന്ന് പറഞ്ഞ് കോട്ടുവായിടുന്നത് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടം ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ്, എന്താണ്? തുമ്മുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം അൽഹംദുലില്ലാഹ് എന്ന് അയാൾ പറയുന്നു. കോട്ടുവായിടുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല, കാരണം അത് അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു. ഇനിയോ ഫഇദ അതസ അഹദുകും വഹമിദല്ലാഹു തആല കാന ഹഖ്ഖൻ അലാ കുല്ലി മുസ്ലിമിൻ സമിഅ. ഇനി ഒരാൾ തുമ്മുകയും ഉടനെ അള്ളാഹുവെ സ്തുതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, എങ്ങനെ? അങ്ങനെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് വേണ്ടി യർഹംകുല്ലാഹ് എന്ന്, നിന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക എന്നത് അത് കേൾക്കുന്ന ആളുകളുടെ മേൽ അലാ കുല്ലി മുസ്ലിമിൻ സമിഅ, അത് കേൾക്കുന്ന ഓരോ മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ്. എന്ത്? ഒരാൾ തുമ്മുകയും അള്ളാഹുവെ സ്തുതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അത് കേൾക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ കോട്ടുവായ എന്നത് കോട്ടുവായ ഇടുക എന്നത് അത് പിശാചിൽ നിന്ന് വരുന്ന കാര്യമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫഇദാ തഥാഅബ അഹദുകും ഫൽയുറദ്ദ മസ്തത ഫഇന്ന അഹദുകും ഇദാ തഥാഅബ ലഹിക മിൻഹു ശൈത്വാൻ. നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവായ വരികയാണെങ്കിൽ കഴിവിന്റെ പരമാവധി അതിനെ കടിച്ചു പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അത് ചില ആളുകൾക്ക് വരും. എന്നാലും അത് എത്രത്തോളം നമ്മൾ ശ്രമിക്കുമോ അത്രത്തോളം
ആ കോട്ടുവായ വായിൽ നിന്ന് പോകാതെ ശ്രദ്ധിക്കുക എന്നത്. ഇനിയോ കോട്ടുവായ ഇടുമ്പോൾ അത് കാരണം പിശാച് ചിരിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോട്ടുവായയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദ, കാരണം ഒരു സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സദസ്സിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് അരോചകമാക്കി ഉണ്ടാകുന്ന ഒരു കാര്യവും ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. അത് കോട്ടുവായാണെങ്കിലും, ഇനി അവിടെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിലും, ഇനി അതല്ല വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും ആളുകൾക്കിടയിൽ ഒരു സദസ്സിൽ പാലിക്കേണ്ട കുറെ മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് നമ്മൾ സ്വീകരിക്കുക. മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം വ്യക്തിപരമായി കൊണ്ട് നന്നാക്കി തീർക്കാൻ വേണ്ടിയാണ്. കൂടാതെയോ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൈ കൊടുക്കുക, ഹസ്തദാനം ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. അപ്പൊ പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ട് അവിടുന്ന് ജീവിച്ച ചില സ്വഹാബികളോട് ഖതാദ റളിയല്ലാഹു അൻഹു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അകാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ മുസാഫഹത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൈ കൊടുക്കാറുണ്ടായിരുന്നു? രണ്ടാൾ തമ്മിൽ കണ്ടാൽ അവർ കൈ കൊടുക്കുമായിരുന്നു. നഅം, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയോ മുസാഫഹത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരാൾ കൈ തന്നു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ സ്നേഹിതനെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു, അയാൾ നമുക്ക് കൈ തന്നു കഴിഞ്ഞാൽ അയാൾ കൈ പിൻവലിക്കുന്നത് വരെ നമ്മുടെ കൈ നമ്മൾ പിൻവലിക്കാതിരിക്കുക. പ്രവാചകൻ വിശദീകരിക്കുക, മാമിൻ മുസ്ലിമിൻ യൽതഖയാൻ ഫയതസാഫഹാൻ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിക. നിങ്ങളിൽ രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം അഭിമുഖീകരിക്കുകയും രണ്ടുപേരും തമ്മിൽ കൈ ഹസ്തദാനം നൽകുകയും അല്ലെങ്കിൽ അങ്ങനെ കൈ കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ വേർപിരിയുന്നതിന് മുമ്പായി അവരുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഒന്നും പൊറുക്കപ്പെടാത്തതായിക്കൊണ്ട് ഉണ്ടാവില്ല. അങ്ങനെ അവർ കൈ കൊടുക്കുകയും അവർ പരസ്പരം നല്ല രീതിയിൽ പിരിയുകയുമാണ് എങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിക്കുന്നത്. പിന്നെയോ കൈ കൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാനും, ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആർക്കെങ്കിലും ഷെയ്ക്കാൻ കൊടുത്താൽ, കൈ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൈ പിൻവലിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിൻവലിക്കുമായിരുന്നില്ല. അയാൾ എത്ര നേരം പിടിച്ചു നിൽക്കുന്നുവോ അത്രയും നേരം പിടിച്ചു നിൽക്കുമായിരുന്നു. എന്നാലോ ഒരു സ്ത്രീക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുക്കുന്നില്ല. ചില ആളുകളൊക്കെ സ്ത്രീകളെ അങ്ങനെ കൈ കൊടുത്തുകൊണ്ട് പല രീതിയിലും പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുട്ടുസൂചി കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുകൊണ്ട് നിന്റെ കയ്യിൽ കുത്തുന്നതിനെ നീ ഭയപ്പെടുന്നോ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഭയാനകമാണ്, അതുപോലെയൊക്കെ ഉപമിച്ച ഹദീസുകളും പിന്നെ നരകത്തിൻ്റെതായ ഭയാനകതകളെ കുറിച്ച് ഉപമിച്ച ഹദീസുകളും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഹസ്തദാനം സ്ത്രീകളുമായി കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വിലക്കപ്പെട്ട സംഗതിയായിക്കൊണ്ട്. പിന്നെയോ ഒരു മുസ്ലിമിനെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദ എന്നത്, ഓരോ മുസ്ലിമിനോടുമുള്ള ബാധ്യതകൾ നമുക്കുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സ്നേഹിതനായ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ ഇനി ആരെങ്കിലും അവിടെ ഒരു മുസ്ലിമായൊരു മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ അയാളെ സന്ദർശിക്കുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക എന്നത്. നോക്കൂ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നത് മുഖേന നമുക്കിടയിൽ നന്മകളെ അധികരിപ്പിക്കാൻ കഴിയും. നോക്കൂ, ഓതുൽ മരീദ്, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക. വിശക്കുന്നവന്റെ വിശപ്പിനെ നിങ്ങൾ ഊട്ടുക, അല്ലെങ്കിൽ അയാളുടെ വിശപ്പിനെ നിങ്ങൾ ദൂരീകരിക്കുക. അതുപോലെ ബന്ധസ്ഥനായ മനുഷ്യരെ നിങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഈ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മോട് പഠിപ്പിക്കണം. അതിന്റെ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയെ കാണുമ്പോൾ ഉള്ള മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന ഹത്താ യർജി. ഒരു മുസ്ലിമായ ആൾ അയാൾ തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ സന്ദർശിച്ചിട്ട് അയാൾ തിരിച്ചു വരുന്നത് വരെ അയാൾ ഖുർഫത്തുൽ ജന്നയിലാണ്, അയാൾ ഖുർഫത്തുൽ ജന്നയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബത്ത് പ്രവാചകരോട് ചോദിക്കുകയാണ്, വമാ ഖുർഫത്തുൽ ജന്ന, എന്താണ് നബിയെ ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനാഹ, സ്വർഗത്തിലെ രണ്ട് കനികളാണ്, കായ്ക്കനികളാണ് ഖുർഫത്തുൽ ജന്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ ആൾ അയാളുടെ ഒരു സ്നേഹിതനെ സന്ദർശിക്കുന്നുവെങ്കിൽ അയാൾക്കത് മുഖേന മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഖുദ്വ ഇല്ലാ സല്ല അലൈഹി 70,000 മലിക്കിൻ ഹത്താ യുംസി.
ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ മറ്റൊരു മുസ്ലിമായ സഹോദരനെ പ്രഭാതത്തിൽ സന്ദർശിക്കുന്നുവെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് അയാൾ കാണാനില്ല. സുബീക്കൊക്കെ എന്നും പള്ളിയിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ എന്നും വരുന്ന, നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന, നമുക്ക് ഫോൺ വിളിക്കുന്ന ഒരാൾ അല്പകാലത്തേക്ക് കാണാനില്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ രോഗമാണെന്ന് കേട്ടപ്പോൾ അയാളെ പോയിട്ട് നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ, അയാളെ പ്രഭാതത്തിലാണ് സന്ദർശിക്കുന്നത് എങ്കിൽ അയാൾക്ക് വേണ്ടി സായാഹ്നം വരെ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വൈൻ ആദഹു അശിയതൻ ഇല്ലാ സല്ലല്ലാഹി 70,000 മലിക്കിൻ ഹത്താ യുസ്ബിഹ. ഇനി വൈകുന്നേരമാണ് തന്റെ സ്നേഹിതനെ ഒരാൾ സന്ദർശിക്കുന്നത് എങ്കിൽ അയാൾക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രഭാതം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അയാൾക്ക് കാരുണ്യത്തിന് വേണ്ടി. വകാനലു ഖരീഫുൻ ഫിൽ ജന്നഹ. സ്വർഗ്ഗത്തിലെ 2 കായ്ക്കനികൾ അയാൾക്കായി അള്ളാഹു ഒരുക്കി നൽകുകയും അല്ലെങ്കിൽ അയാൾക്കത് മുഖേന ലഭ്യമാവുകയും ചെയ്യുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതന്നെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ മുസ്ലിമായ ആളുകളെ മാത്രമല്ല എല്ലാവരെയും സന്ദർശിക്കുമായിരുന്നു. രോഗിയായി കിടക്കുന്ന ആളുകൾ, ഒരു ജൂതനായ ഒരു കുട്ടിക്ക് രോഗം ബാധിച്ചു എന്ന് കേട്ടപ്പോൾ റസൂൽ അങ്ങോട്ട് ചെന്ന ഹദീസ് നമുക്ക് അറിയാം. കാന ഗുലാമുൻ യഹൂദിയ്യൻ യഖ്ദുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂദിയായ ഒരു കുട്ടിക്ക്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചാരകനായിക്കൊണ്ടുണ്ടായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് രോഗം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്ദർശിക്കുകയാണ്. ഫതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദു. പ്രവാചകൻ ആ കുട്ടിയെ സന്ദർശിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ തലയുടെ അടുത്ത ഭാഗത്തിരുന്നു. എന്നിട്ട് കുട്ടിയോട് റസൂൽ പറയാണ്, അസ്ലിം, നീ മുസ്ലിം ആവുക. അപ്പോൾ നമ്മൾ ഒരാൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഓഫീസിലുള്ള ആളുകളോടൊക്കെ നമ്മൾ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. എന്ത്? നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്, അല്ലെങ്കിൽ അതിന് ഒരുങ്ങുന്നവരാണ് എങ്കിൽ ദീനിനെ കുറിച്ച് എല്ലാവരോടും എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇനിയോ നമ്മുടെ ഒരു അമുസ്ലിമായ സ്നേഹിതൻ മരിക്കാൻ വേണ്ടി കിടക്കുകയാണെങ്കിൽ പോലും അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അയാൾ മരിച്ചു പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇനി അയാളെ ഞാൻ വെറുപ്പിക്കുന്നില്ല, ഈ മരിക്കുമ്പോഴേലും ഒരു സമാധാനം, അങ്ങനെയല്ല. ആ അവസാന നിമിഷത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, കുട്ടിയുടെ അരികിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം, മോനെ മുസ്ലിം ആവുക. ഫനളറ ഇലാ അബീ വഹുവ ഇൻദഹ. അടുത്തിരിക്കുന്ന പിതാവിന്റെ മുഖത്തേക്ക് കുട്ടി ഇങ്ങനെ നോക്കി. വീണ്ടും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, ആ കുട്ടിയോട് പറയാണ്, മോനെ മുസ്ലിം ആവുക. ഉടനെ പിതാവ് പറഞ്ഞു, അഥേ അബുൽ ഖാസിം, മോനെ അബുൽ ഖാസിം അനുസരിച്ചു കൊള്ളുക. ഫഅസ്ലമ. അപ്പൊ കുട്ടി മുസ്ലിം ആവുകയാണ്. കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മടങ്ങുമ്പോൾ ഫഖറജ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മടങ്ങിപ്പോരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻകദഹു മിനന്നാർ. അല്ലാഹുവേ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിച്ച നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രയും ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിച്ച അല്ലാഹു നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നമുക്ക് രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കുക. ആ രോഗിക്ക് എത്തിക്കേണ്ട മരുന്നുകളാണെങ്കിലോ, ഇനി എന്തെങ്കിലും സഹായങ്ങൾ നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കാനോ, ശുശ്രൂഷ വേണ്ട രീതിയിൽ അയാളെ സഹായിക്കുവാനോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ പാപങ്ങൾ അത് മുഖേന മായ്ക്കപ്പെടുന്നു എന്നതാണ്. നമുക്ക് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. നമ്മൾ വേറെ രോഗിയെ സന്ദർശിക്കുമ്പോൾ അത് മുഖേന നമ്മിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അധികരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കാരണം രോഗമുണ്ടാവുക എന്നത് എല്ലാവർക്കും ഉണ്ടായ സംഗതികളാണ്. കാരണം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം ബാധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ രോഗം ബാധിച്ചത് നമുക്കറിയാം. അത് മുഖേന അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും, പാപങ്ങളല്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ശുദ്ധീകരിക്കപ്പെടുകയും വലിയൊരു പരീക്ഷണം ഉണ്ടായ സമയവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പ്ലേഗ് രോഗം വന്നത്, അതുപോലെ തന്നെ അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെ പ്ലേഗ് രോഗം പിടിപെട്ടുകൊണ്ട് വലിയ പരീക്ഷണങ്ങൾ വന്നു. ആ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ അവര് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അങ്ങനെ പ്രാർത്ഥിക്കുകയുമാണ്. അപസ്മാരക രോഗം ബാധിച്ച പെൺകുട്ടിയുടെ ചരിത്രം നമുക്കറിയാം. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാനാണ് പറയുന്നത്. ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാധ്യത എന്നത് ഒരു രോഗിയായ ആളെ സന്ദർശിക്കുന്നതിലൂടെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ
ലാ യുആദിറു സഖമ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഇനി രോഗിയെ സ്പർശിച്ചുകൊണ്ട്, രോഗിയുടെ കരങ്ങളിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ രോഗിയെ സ്പർശിച്ചുകൊണ്ട് തടവിക്കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനെ രോഗം ബാധിച്ച റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇശ്ഫി സഅദാ, അല്ലാഹുമ്മ ഇശ്ഫി സഅദാ, അല്ലാഹുമ്മ ഇശ്ഫി സഅദാ എന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ രോഗം ബാധിച്ച നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ, ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് ശമനം നൽകണമേ എന്ന് ആവർത്തിച്ചുകൊണ്ട്. ഇനിയോ നമുക്ക് തന്നെ രോഗം വന്നു കഴിഞ്ഞാലോ, എവിടെയാണോ നമുക്ക് വേദനയുള്ളത്, ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് വേദനയുള്ളത് എങ്കിൽ നമ്മൾ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് 7 പ്രാവശ്യം പറയാം. അതിനുശേഷം 3 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാ വഖുദ്റതി മിൻ ശർരി മാ അജിദു വഹാദിറു എന്നീ 3 പ്രാവശ്യം നമ്മൾ പറയാം. നമുക്ക് എവിടെ നിന്നാണോ ശരീരത്തിൽ എവിടെ വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാലും അവിടെ കൈവെക്കുക. 7 പ്രാവശ്യം ബിസ്മില്ലാ 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 എന്നിങ്ങനെ ആവർത്തിച്ച് 7 പ്രാവശ്യം പറയുകയും പിന്നീട് അഊദു ബിഇസ്സത്തില്ലാ വഖുദ്റതി മിൻ ശർരി മാ അജിദു വഹാദിറു എന്ന പ്രാർത്ഥന. അതായത്, അല്ലാഹുവേ, ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ലേശത്തിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും, ഭയപ്പാടിൽ നിന്നും, രോഗത്തിൽ നിന്നുമെല്ലാം നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. നീയാണ് എല്ലാ രീതിയിലും അപാരമായ ശക്തിയുള്ളവൻ എന്ന അർത്ഥത്തിലുള്ള ആ പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലുക. അത് നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, ഇനിയോ വേറൊരാളെ സന്ദർശിക്കുമ്പോൾ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ അയാൾക്ക് മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും നമ്മൾ നിർവഹിക്കേണ്ടത്. ഒരു രോഗിയുടെ അരികിൽ ചെന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമാധാനം നൽകുന്ന, അയാൾ ആ രോഗത്തിൽ നിന്ന് ശമനം പ്രാപിക്കുമെന്നതും രക്ഷ പ്രാപിക്കുമെന്നതും അതുപോലെ അയാൾക്ക് ആശ്വാസം ലഭിക്കുമെന്നതും ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും പറഞ്ഞിരുന്ന ഒരു വാക്ക്. എന്താണ്? ദഹല അല അഗ്റാബി യഊദ്. ഒരിക്കൽ റസൂൽ ഒരു ഗ്രാമീണനായ ആളുടെ, അയാൾക്ക് രോഗം ബാധിച്ച സമയത്ത് അയാളുടെ അരികിൽ പോയി ഇരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ലാ ബഅസ്, കുഴപ്പമില്ല, തഹൂറൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിന്നെ വീണ്ടും ശുദ്ധീകരിച്ചെടുക്കുമെന്നത്. അതായത് ഒരു പേടിയും പേടിക്കേണ്ട, ഒക്കെ ശമനമായി തീരുമെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പിന്നെയോ നമ്മുടെ മേലുള്ള ബാധ്യത എന്നത്, നമ്മുടെ സ്നേഹിതന് രോഗം വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുക. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാസന്ന രോഗം സന്ദർശിച്ച് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു മാതൃക പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് പോലും ജനങ്ങളോട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്, എന്ത്? അബുൽ ഹസൻ, യാ അബുൽ ഹസൻ, അല്ലയോ ഹസനിന്റെ പിതാവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും രോഗം സന്ദർശിക്കുമായിരുന്നു, എല്ലാവർക്കും സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ രോഗം ബാധിച്ചു കൊണ്ട് കിടപ്പിലാകുന്ന സമയത്ത് പ്രവാചകന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് നബിയെ സന്ദർശിച്ചുകൊണ്ട് മടങ്ങുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കണം, യാ അബുൽ ഹസൻ, അല്ലയോ ഹസനിന്റെ പിതാവേ എന്ന് പറഞ്ഞിട്ട്, കൈഫ് അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗവിവരം എങ്ങനെയാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ബഹ ബിഹംദില്ലാഹിൽ ബാരിസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾക്ക് സമാധാനം നൽകുക. പിന്നെയോ ഇത്തരത്തിൽ വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ അരികിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ജീവിത നൈരാശ്യം ബാധിച്ച് പ്രയാസം കൊണ്ട് അനുഭവപ്പെടുകയാണെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് വലിയ ആ മരണത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ. വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതരായ സുഹൃത്തുക്കളുടെ, അതായത് പ്രവാചകന്മാര് അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരുടെ കൂടെ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന രീതിയിൽ പറയുക, പ്രാർത്ഥിക്കുക എന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയോ ഒരു രോഗം കൊണ്ട് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്റെ അരികിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ അയാൾക്ക് വേണ്ടി മൻ കാന ആഖിറ കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ടാണ് ഒരാൾ ചൊല്ലിയിട്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അയാൾ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നതാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണാസന്നനായ മനുഷ്യനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ രോഗിയെ സന്ദർശിക്കുമ്പോഴും അത്തരത്തിൽ രോഗം കൊണ്ട് മരണത്തോട് മല്ലിടുകയും ചെയ്യുന്ന ആളുകളോട് നമ്മൾ അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ
അവിടെ വെച്ചുകൊണ്ട് പിന്നീട് നല്ലതേ പറയാവൂ, മോശമായ ഒരു കാര്യവും നമ്മൾ സംസാരിക്കരുത്. ഇദാ ഹദർതുൽ മരീദൗൽ മയ്യിത്ത്, നിങ്ങൾ രോഗിയുടെ അരികിലോ ഇനി ഒരു മയ്യത്തിന്റെ അരികിലോ ആണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ മരണ വീട്ടിലെത്തിക്കഴിഞ്ഞാലായിരിക്കും മുഴുവൻ സംസാരങ്ങളും ചർച്ചകളും എല്ലാം അവിടെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്കോ വീടുകളിലേക്കോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മരണാസന്നനായ വ്യക്തിയുടെ അരികിലേക്കോ ഇനി ഒരു മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ സന്ദർശനാർത്ഥം ചെന്ന അവസ്ഥയിലോ ആണെങ്കിൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് മാത്രം പറയുക. ഫഇന്നൽ മലായികത യുഅ്മിനൂന അലാ മാ തഖൂലൂൻ ഖാലത് ഫലമ്മാ മാത അബൂ സലമ. അതായത് മരിക്കാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ആളുകളുടെ വെച്ച് നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ. കാരണം നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും മലക്കുകൾ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ആമീൻ ആമീൻ എന്ന് മലക്കുകൾ പറയുന്നു. അബൂ സലമ മരണപ്പെട്ട ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അബൂ സലമക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പോലും അവിടെ പഠിപ്പിക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പോലും പഠിപ്പിക്കുകയാണ്. അയാൾക്ക് ബർസഖിയായ ജീവിതം ഹൈറാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു രോഗിയോടും മയ്യത്തിനോടും പാലിക്കേണ്ട മര്യാദകളാണ്. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പിന്നെയും നന്മകൾ പഠിപ്പിക്കുകയാണ്. ഒരു യാത്രയിലാണ് നമ്മൾ എങ്കിലും ആ യാത്രയിൽ പാലിക്കേണ്ട മര്യാദകൾ. നേരത്തെ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിമിന് കുറേ ബാധ്യതകളുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ അവിടെ നമ്മോട് പഠിപ്പിച്ച ചില സംഗതികൾ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഫീ ഗസ്വതി തബൂക്ക് യൗമുൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുകയാണ് എങ്കിൽ അവിടുന്ന് വ്യാഴാഴ്ച ദിവസമായിരുന്നു യാത്ര പുറപ്പെട്ടിരുന്നത്. കാരണം റസൂൽ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് അന്നായിരുന്നു. വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമുൽ ഖമീസ്. റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു ദീർഘദൂര യാത്ര നമ്മുടെ നാട്ടിലേക്കാവട്ടെ, നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാകട്ടെ, അതൊരു വ്യാഴാഴ്ചയൊക്കെ ആകാൻ ശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച യാത്ര ചെയ്യുന്നതിനായിരുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച യാത്ര ചെയ്യുക എന്നതും. പിന്നെയോ ചില ആളുകൾ യാത്രയുടെ ടിക്കറ്റുകൾ അധികവും രാത്രിയായിരിക്കും യാത്ര പുറപ്പെടുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രഭാതത്തിലായിരുന്നു. ഏറ്റവും നല്ല സമയമായി കൊണ്ടത് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവിന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതവേളയിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അത് യാത്ര പോകുന്ന ആളാണെങ്കിലും കച്ചവടാർത്ഥം പോകുന്നവനാണെങ്കിലും എന്ത് കാര്യത്തിന് പോകുകയാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് നമുക്ക് ലഭ്യമാകുന്നത് ആ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന കച്ചവടാർത്ഥം കച്ചവടത്തിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മുഖേന എന്ത് ലഭ്യമായി? അവിടുന്ന് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, വകാന ഇദാ ബഅസ സരിയ ഔ ജബ്ശിയൻ ബഅദഹും മിൻ അവ്വലിൻ നഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഞങ്ങൾ ഒരു കച്ചവട സംഘത്തെയോ അല്ലെങ്കിൽ സൈന്യത്തെയോ നിയോഗിക്കുകയാണെങ്കിൽ രാവിലെയായിരുന്നു റസൂലുള്ളാഹി ഞങ്ങളെ നിയോഗിച്ചിരുന്നത്. നന്ന രാവിലെ ഞങ്ങളെ കച്ചവടത്തിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. ഇനിയോ കച്ചവടരക്കുകളുമായി കൊണ്ട് നന്ന രാവിലെ ഞങ്ങൾ പുറപ്പെട്ടത് മുഖേന എന്തുണ്ടായി? അവിടുന്ന് ആ സ്വഹാബിയന്മാർ വിശദീകരിക്കുകയാണ്, ഫകാന യഈസു തിജാറ അവ്വലൻ നഹാർ ഫദറ വകസുറ മാലു. അത് മുഖേന ഞങ്ങളുടെ സമ്പത്തുകൾ അധികരിച്ചു. രാവിലെ കച്ചവടാർത്ഥം ഞങ്ങൾ പുറപ്പെട്ടത് മുഖേന ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും ധനാഢ്യരായി തീരുകയും ചെയ്തു എന്നാണ്. വലിയ സമ്പത്തിന്റെ ഉടമകളായി തീരുകയും ചെയ്തു എന്ന് സ്വഹാബികൾ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ യാത്ര പുറപ്പെടുക, അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ യാത്ര പുറപ്പെടുക, അത് പുണ്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. യാത്ര പുറപ്പെടുമ്പോഴുള്ള മര്യാദ ഒരു മുസ്ലിമിനോട് പഠിപ്പിക്കാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പരമാവധി കുറക്കുക. ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ അത് നിങ്ങൾ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ 2-3 ആളുകളൊക്കെ ആയിക്കൊണ്ടോ ഒരു അമീറുണ്ടായിക്കൊണ്ടോ ഒക്കെ പോകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അർവാകിബു ശൈത്താൻ, ഏകാന്തപതികൻ, ഏകാന്തനായിക്കൊണ്ട് യാത്ര ചെയ്യുന്നവൻ, അങ്ങനെയുള്ളത് പിശാചാണ്. 2 സഞ്ചാരികൾ 2 പിശാചുക്കളുമാണ്. 3 ആളുകളുണ്ടോ അതാണ് യാത്രാസംഘം എന്നാണ് അവിടുന്ന് വിശദീകരിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ഒരു ഉംറക്കോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരാളെയൊക്കെ സഹായത്തിനോ കൂട്ടിനോ ഒക്കെ ആയിക്കൊണ്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കണം പോകേണ്ടത്. പോകുമ്പോൾ അതിലൊരു അമീറുണ്ടായിരിക്കണം. അതൊക്കെ വിശ്വാസികളായ ആളുകളോടുള്ള മര്യാദയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഉള്ള പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ യാത്ര ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ ആ വാഹനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ വാഹനത്തിൽ വെച്ചുകൊണ്ട് അയാൾക്ക്
കാരണം അയാളുടെ യാത്രയിൽ അയാൾക്ക് അള്ളാഹുവോട് എന്ത് തേടിയാലും അയാൾക്ക് ഉത്തരം ലഭിക്കുമെന്നതാണ്. കാരണം യാത്രക്കാരന്റെ പ്രാർത്ഥനയും മർദ്ദിക്കപ്പെട്ടവന്റെയും പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചല്ലോ. ഇദാ സാഫറ യതഅവ്വിദു മിൻ വഅശാഇ സഫർ, നിങ്ങൾ യാത്രയിലെ ക്ലേശങ്ങളെ, അതുപോലെ തന്നെ ദുഃഖകരമായ പരിണിതി, സുസ്ഥിതിക്ക് ശേഷമുള്ള ദുസ്ഥിതി, അതുപോലെ മർദ്ദിതനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, അത് മുഴുവനും അത് അള്ളാഹു സ്വീകരിക്കുന്ന സംഗതികളായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ദീർഘദൂര യാത്ര നടത്തുമ്പോൾ അതിൽ നിങ്ങൾ അള്ളാഹുവോട് എന്ത് പ്രാർത്ഥിക്കുന്നോ അതൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നു. കാരണം യാത്രയിലെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ലഭിക്കുന്നു. പിന്നെയോ ആ യാത്ര പോകുമ്പോൾ ഒരു കയറ്റം കയറുകയാണെങ്കിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മര്യാദ എന്താണ്? ഒരു കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ, അതുപോലെ ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്. കുന്നാ ഇദാ സഇദിനാ കബ്ബറിനാ, ഞങ്ങൾ വലിയ കയറ്റങ്ങൾ അല്ലെങ്കിൽ കുന്നുകൾ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. വൈദാ നസൽനാ സബ്ബഹ്നാ, താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്നതും ഇറക്കമിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നും പറയുക എന്നത്. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കുക. പിന്നെയോ വിശ്വാസികളുടെ ജീവിതത്തെ അവർക്ക് മറ്റൊരു സംഗതി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിലേക്ക് നമ്മൾ 5 നേരം പോകുന്നു, ആ പള്ളിയിൽ സ്വീകരിക്കേണ്ട കുറേ മര്യാദകൾ. എന്തിനാണ് ഇത്രത്തോളം ഒരു മുസ്ലിമിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കുള്ള മര്യാദകളായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും കൂടുതൽ സംസ്കാരമുള്ള നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി തീരാനും വേണ്ടിയാണ്. ഇപ്പൊ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അയാള് പള്ളിയുടെ, ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ആ പള്ളിയിൽ തന്നെ ഹൗദും അതുപോലെ ഒളു എടുക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ വീട്ടിൽ നിന്നായിരിക്കണം ഒളു എടുക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഒളു എടുത്തു പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിക്കലാണ് സുന്നത്തായി കൊണ്ട് പഠിപ്പിക്കുന്നത്. ഫർള് നമസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് നിർവഹിച്ചിരുന്നത്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ വേഗം എല്ലാ നമസ്കാരങ്ങളും സുന്നത്തുകളൊക്കെ പ്രവാചകൻ വീട്ടിൽ നിന്നാണ് നിർവഹിച്ചിരുന്നത്. അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോഴോ അയാൾ ഒരു പ്രാർത്ഥന പോലും, ഇവിടെ നമ്മുടെ പ്രാർത്ഥന ദിക്റുകൾ എന്ന ആ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫി ഖൽബി നൂറ വ ഫി ലിസാനി നൂറ എന്ന് തുടങ്ങുന്ന ഒരു വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന എൻ്റെ കണ്ണിൽ പ്രകാശം നൽകണമേ, ഹൃദയത്തിൽ പ്രകാശം നൽകണമേ, മുകളിലും താഴെയും അതുപോലെ വലത്തും ഇടത്തും ഒക്കെ അതുപോലെ നടത്തത്തിലും ഒക്കെ പ്രകാശം കൊണ്ട് എന്നെ ചുരിയണമേ, എന്നെ മൂടേണമേ എന്ന അർത്ഥത്തിലുള്ള ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയുടെ പുസ്തകങ്ങളിലൊക്കെ കൊടുത്ത ആ പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക എന്നത്. അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കണം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെയോ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, എന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്ന സമയം അത്രയും പ്രതിഫലമാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക എന്ന് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് മര്യാദയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പള്ളിയിൽ വൃത്തിയും ശുചിത്വവും അവിടെ എല്ലാ രീതിയിലും സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അതല്ലാതെ നമ്മളിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളിൽ നിന്നൊരു മോശപ്പെട്ട സംഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു തുപ്പുനീരോ അല്ലെങ്കിൽ തുപ്പലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതിയ, പള്ളിയിൽ തുപ്പുക എന്നത് അപരാധമാണ്. പിന്നെയോ വകഫർതുഹാ ദഫ്നുഹാ, ഇനി ഒരാളുടെ തുപ്പൽ അവിടേക്ക് കഫൻ തെറിച്ചു വീണാൽ തന്നെ അയാളത് കുഴിച്ചു മൂടുക അല്ലെങ്കിൽ അയാളത് കഴുകി കളയുക എന്നതാണ് അതിനുള്ള പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ വേറൊരാളുടേത് കണ്ടാലോ അത് വേറൊരാൾ വന്ന് ചെയ്യട്ടെ എന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്. എന്താണ്? അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഫി ജിദാരിൽ ഖിബ്ലത്തി മുഖാത, റസൂൽ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പള്ളിയുടെ ചുമരിലായിക്കൊണ്ട് അല്പം കഫം കാണുകയാ. എന്തോ മോശപ്പെട്ട എന്തോന്ന് ചുമരിൽ കണ്ടപ്പോൾ, തുപ്പലോ കഫമോ എന്തോ കണ്ടു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്. ഉടനെ ഔ ബുസാകൻ ഔ നുഖാമ, അതായത് കഫമോ എന്തോ മോശപ്പെട്ടത് കണ്ട സമയത്ത് റസൂൽ എന്ത് ചെയ്തു? ഫഹക്ക, റസൂൽ തന്നെ അത് ചുരണ്ടിക്കളഞ്ഞു. അത് വേറൊരാളുടേതല്ല, അയാൾ വന്ന് ചെയ്യും എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് ചുരണ്ടിക്കളഞ്ഞു എന്നതാണ്. പിന്നെയോ പള്ളിയിൽ വെച്ചുകൊണ്ട് അനാവശ്യമായ രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളും കോലാഹലങ്ങളും അതൊരിക്കലും നടത്താൻ പാടില്ല. ഇനിയോ പള്ളിയിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടത് പോലും അന്വേഷിക്കാൻ പോലും പാടില്ല. തൻ്റെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് അന്വേഷിക്കുന്നത് പോലും ആ മനുഷ്യനോട് പോലും പറയേണ്ടത് എന്താ? അപ്പോൾ മൻ സമിഅ റജുലൻ യൻശുദു ളാല്ല ഫിൽ മസ്ജിദ്, നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാധനം പള്ളിയിൽ വന്നുകൊണ്ട് ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും അന്വേഷിക്കുകയാണ്, എന്റെ മൊബൈൽ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് പള്ളിയിൽ വന്നിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ ലാ റാദ്ദഹു അല്ലാഹു അലൈക്,
നിനക്ക് അല്ലാഹു ഇത് മടക്കി തരാതിരിക്കട്ടെ. ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് അത് അന്വേഷിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല പള്ളികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പള്ളിയിലുള്ള ഒരാൾ പള്ളിയിൽ വന്ന് കച്ചവടം ചെയ്യുകയോ പള്ളിയിൽ വന്ന് കണ്ട് എന്തെങ്കിലും കച്ചവട ചരക്കുകളോ എന്തെങ്കിലും സാധനങ്ങളോ അവിടെ പള്ളിയിൽ ബിസിനസ്സുകൾ ചെയ്യുകയാണെങ്കിൽ നിന്റെ കച്ചവടത്തിൽ നിനക്ക് അല്ലാഹു ലാഭം നൽകാതിരിക്കട്ടെ എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്. പിന്നെയോ മോശമായ അല്ലെങ്കിൽ ദുർഗന്ധമുള്ള വാസനിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തിന്നുകൊണ്ടോ അല്ലെങ്കിൽ വായിൽ ചമച്ചുകൊണ്ടോ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അകല മിൻ ഹാദിഹി അഷ്ജറ യഅനി ഥൂം ഫലാ യഖ്റബന്ന മസ്ജിദന, ഈ ചെടിയിൽ നിന്ന്, അതായത് വെള്ളുള്ളി പോലെയുള്ള ചെടികളിൽ നിന്ന് എന്തെങ്കിലും ഉള്ളിയോ എന്തെങ്കിലും തിന്നിട്ട് പള്ളിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ തിന്നുന്നവൻ എൻ്റെ പള്ളിയിലേക്ക് പ്രവേശിക്കരുത്, കാരണം ആ സ്മെല്ലുമായിട്ട് പള്ളിയിലേക്ക് വരാവതല്ല. പിന്നെയോ അങ്ങനെ വെള്ളുള്ളിയോ ചുവന്നുള്ളിയോ ഭക്ഷിച്ചവൻ നമ്മിൽ നിന്ന് അകന്നു നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം വെള്ളുള്ളി എന്നുള്ളത് പ്രവാചകൻ വിശദീകരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അത് ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നു. നമസ്കരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ദുർഗന്ധം കാരണം, അതില്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് പ്രയാസമുണ്ടാകുന്നു. അതുപോലെ തന്നെ എപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ വായിൽ നിന്നുള്ള ദുർഗന്ധങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായ സ്മെല്ലുകൾ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ വായയിൽ നിന്നോ വസ്ത്രങ്ങളിൽ നിന്നോ ശരീരത്തിൽ നിന്നോ ദുർഗന്ധങ്ങളുമായി പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതൊക്കെ വിലക്കപ്പെട്ട മര്യാദകളിൽപ്പെട്ട സംഗതികളായിക്കൊണ്ട് നമ്മൾ ഓർക്കുക. പിന്നെയോ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നതെങ്കിൽ മുട്ടുകാല് കെട്ടിയിട്ടിങ്ങനെ, അതായത് ചില ആളുകൾ കാല് മുട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ ഇരിക്കുന്ന ഒരു രീതിയാണ്, എന്നാൽ അതുപോലും വിലക്കുകയാണ്, മര്യാദക്കേടായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അൻ മുആദ് ബിൻ അനസ് ജുഹന്നി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഹിബുവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വെള്ളിയാഴ്ച ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ട് കെട്ടിയിരിക്കുന്നത്, അതായത് കാലിന്റെ മുട്ടുമെങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതി, അത് അവിടുന്ന് വിലക്കിയിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, പള്ളികളിൽ അങ്ങനെ ഇരിക്കാൻ ഒരിക്കലും പാടില്ല എന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയിൽ ശ്രദ്ധിക്കേണ്ട കുറേ മര്യാദകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഇമാമിനെ മുമ്പായിക്കൊണ്ട് നമ്മൾ സുജൂദിലേക്കോ റുക്കൂയിലേക്കോ ഒരിക്കലും പോകാൻ പാടില്ല. ചില ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ സുജൂദിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അമാ യഖ്ശാ അഹദുകും ഇദാ റഫഅ റഅസ ഖബല ഇമാം അയ്യജ്അല അല്ലാഹു റഅസു റഅസ ഹിമാർ ഔ യജ്അല സൂറതു സൂറത ഹിമാർ. ഇമാമിന് മുമ്പേ സുജൂദിലേക്കോ റുക്കൂയിലേക്കോ പോകുന്ന മനുഷ്യർ ഭയപ്പെടുന്നില്ലേ അയാളുടെ തലയെ അത് കഴുതയുടെ രൂപം പോലെയോ അല്ലെങ്കിൽ കഴുതയുടെ തല പോലെ ആക്കുന്നതിനായി അവർ ഭയപ്പെടുന്നില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇമാമിന് മുമ്പായിക്കുള്ള റുക്കൂയിലേക്കോ സുജൂദിലേക്കോ നമ്മൾ മുന്നിട്ട് കൊണ്ട് പോകാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാമായിരിക്കണം ആദ്യം പോകേണ്ടത്. ഇമാം പോകുന്നതിന് മുമ്പേ ചിലർ സുജൂദി പോയി കിടക്കും, ഇമാം എത്തുന്നതിന് മുമ്പേ റുക്കൂയിലേക്ക് എത്തും. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആകുന്നതിനെ കഴുതയുടെ രൂപത്തോടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. പിന്നെയോ നമസ്കാരത്തിൽ ഇങ്ങനെ ഊരക്ക് കൈകുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ പ്രവണത, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി വിശദീകരിച്ച് നുഹിയാനിൽ ഖസ്രി ഫി സ്വലാ, നമസ്കാരത്തിൽ ഊരയിൽ കൈവെക്കുക എന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് എന്നത്. ഇനിയോ നമസ്കാരത്തിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമസ്കാരത്തിന് എല്ലാവരും തയ്യാറായി, എന്നാൽ ആദ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം അവിടെയുള്ള മര്യാദ എന്നത്. ഫസ്റ്റ് ഭക്ഷണം കഴിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ലാ സ്വലാത്ത ബിഹദറത്തി ത്വആം, ഭക്ഷണം തയ്യാറുള്ള സമയത്ത് നമസ്കാരമില്ല. വലാ ഹുവ യുദാഫിഉൽ അഖ്ബസാൻ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ഒരുങ്ങുമ്പോഴും നമസ്കാരമില്ല. രണ്ട് കാര്യങ്ങളിൽ നമസ്കാരമില്ല. ഒന്ന്, നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറായിരിക്കുന്ന സമയത്താണ് ബാങ്ക് ഇഖാമത്തും കേട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് എങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ നന്നായി മൂത്രമൊഴിക്കാനൊക്കെ മുട്ടുന്ന സമയത്ത് അതുമായിക്കൊണ്ടല്ല പള്ളിയിലേക്ക് പോകേണ്ടത്. തൻ്റെതായ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷമായിരിക്കണം നമസ്കാരത്തിലേക്ക് പോകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. പിന്നെയോ അവിടുന്ന് പറയാണ്, അത്യാവശ്യമില്ലാതെ, അതായത് ഒരാവശ്യമില്ലാതെ നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക എന്നത് വിലക്കപ്പെട്ട വിരോധിക്കപ്പെട്ട കാര്യമായിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു.
പിന്നെയോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില മര്യാദ, ഇഖാമത്തിന് ശേഷം പിന്നെയും ചില ആളുകൾ സുന്നത്ത് നമസ്കരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ ചില പാകിസ്ഥാനികളായ ആളുകൾ അവരൊക്കെ ചെയ്യുന്നൊരു പണി എന്താണ്, പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഇമാമ് നമസ്കരിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർ വന്നിട്ട് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമേ ജമാഅത്തിലേക്ക് തുടരും. അതിനെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ഉഖീമത്തിസ് സ്വലാ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധ നമസ്കാരമല്ലാതെ പിന്നെ ഒരു നമസ്കാരം അവിടെ ഇല്ല. അവിടെ പിന്നെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക എന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല എന്നതാണ്. പിന്നെയോ ചില ആളുകൾ നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. അതിനെയും വിലക്കേണ്ട, വിരോധിക്കപ്പെടേണ്ട മര്യാദയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ലൗ യഅലമുൽ മാറു ബൈന യദിൽ മുസല്ല മാ ആദ അലൈഹി ലഖാല അയ്യഖിഫ 40 ഖൈറല മിൻ അൻ യമുറ ബൈന യദൈ. അതായത് നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകുന്നവന് നൽകപ്പെടുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ശിക്ഷയെക്കുറിച്ച് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലാ അദ്രി ഖാല 40 യൗമ ഔ 40 ശഹറ ഔ 40 സന, 60 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ അല്ലെങ്കിൽ 40 മാസമോ 40 വർഷമോ എത്ര വേണമെങ്കിലും അവൻ അവിടെ നിൽക്കും എന്നതാണ്. കാരണം അത്രത്തോളം ഭയാനകമായ ശിക്ഷയാണ് നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ ഒരിക്കലും നടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മര്യാദകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. കാരണം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മറയുടെ പിന്നിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഏതെങ്കിലും തൂണിന്റെ പിറകിലായിക്കൊണ്ടോ ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറയുള്ളതായിക്കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അതല്ലാതെ ആളുകൾ നടന്നു പോകുന്ന വഴിയിലായിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. പിന്നെയോ ഇത്തരത്തിലുള്ള ഓരോ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം വിശ്വാസികളായ ആളുകൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ സംസ്കാരം ഉണ്ടായിത്തീരാൻ ഈ മര്യാദകൾ നമ്മൾ സ്വീകരിക്കുക. പിന്നെയോ അങ്ങാടികൾ, ടൗണുകൾ എന്നത് അള്ളാഹു വെറുക്കപ്പെടുന്ന സംഗതിയായിക്കൊണ്ടും അതുപോലെ മസ്ജിദുകളെ അള്ളാഹു സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നത്, ഒന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന സമയം അത്രയും പ്രതിഫലാർഹമാണ്, മറ്റത് അള്ളാഹു വെറുക്കപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്നത് മസ്ജിദുകളാണ്, പള്ളികളാണ്. അള്ളാഹുവിന് വെറുക്കപ്പെട്ട സ്ഥലം, സങ്കേതം എന്നത് അത് അങ്ങാടികളായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇനി ഒരാൾക്ക് അങ്ങാടിയിലേക്ക് അത് പ്രവേശിക്കുകയാണെങ്കിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരിക്കണം അയാൾ അങ്ങോട്ട് പോകേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിലോ നമുക്ക് ആ ലജ്ജയും നാണവും ഇല്ല എങ്കിൽ പിന്നെ അയാളോട് പ്രവാചകന് പറയാനുള്ളത് എന്താണ്? എല്ലാ പ്രവാചകന്മാരും അവിടെ മാനദണ്ഡമായി സ്വീകരിച്ചൊരു സംഗതിയാണെന്ത്? ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമി നബുവത്തിൽ ഊല. എല്ലാ പ്രവാചകന്മാരുടെ തുടക്കം മുതൽ അവർക്ക് നൽകപ്പെട്ട ഒരു ബോധനമാണെന്ത്? ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ. ലജ്ജയുണ്ടോ, നീ അതിൽ അടങ്ങി ഒതുങ്ങി നിന്നോ എന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വസ്ത്രധാരണമാണെങ്കിലും യാത്രാ മര്യാദകളാണെങ്കിലും സലാം പറയുന്ന മര്യാദകളാണെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും രോഗിയെ സന്ദർശിക്കുമ്പോഴാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും നമസ്കാരത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ പാലിക്കേണ്ട ഈ മര്യാദകൾ സ്വീകരിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ആ മര്യാദകൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു നൽകുക. സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ അങ്ങനെയും, അതുപോലെ തന്നെ രോഗി സന്ദർശിക്കുമ്പോഴുള്ള മര്യാദകൾ അങ്ങനെയും, നമസ്കാരത്തിൽ നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ടതായ ആ മര്യാദകൾ അങ്ങനെയും, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകൾ അങ്ങനെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥന നിമഗ്നരായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുവാനും നമ്മൾ പ്രയത്നിക്കുക, പരിശ്രമിക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, കുടുംബാദികൾ, അവരെയും നമ്മെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.